ഹായ് മക്കളെ, നമസ്കാരം. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മലയാളത്തിൽ ഗൗളി ജന്മം എന്ന പാഠഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 4 മാർക്കിൻ്റെ ഒരു ചോദ്യം നമ്മൾ വെറും 2-3 മിനിറ്റുള്ളിൽ എന്ത് ചെയ്യാൻ പോവാണ്, പഠിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്തേക്കുക, കൂടെ നിന്നേക്കുക. പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? ഗൗളി ജന്മം. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ആ ഒരു ചോദ്യം ഏതാണ്? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാൻ ഏത് പെൺഗൗളിക്ക് കഴിയും? പക്ഷേ ഇത് ഞാൻ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ്. തന്നെയുമല്ല, പെണ്ണുങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്നും എനിക്കറിയേണ്ടതുണ്ട്. ഈ കഥാസന്ദർഭത്തിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാൻ ഏത് പെൺഗൗളിക്കും കഴിയും. പക്ഷേ ഇത് ഞാൻ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ്. തന്നെയുമല്ല, പെണ്ണുങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്നും എനിക്കറിയേണ്ടതുണ്ട്. ഈ കഥാസന്ദർഭത്തിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുക. ഗൗളി ജന്മം എന്ന കഥയിലെ പെണ്ണിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഈ സന്ദർഭം. ഗൗളി ജന്മം എന്ന കഥയിലെ പെണ്ണിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഈ സന്ദർഭം. ഗ്രേസിയുടെ ഗൗളി ജന്മത്തിൽ കുടുംബം എന്ന സ്ഥാപനത്തിനുള്ളിൽ പുരുഷൻ്റെ കുഞ്ഞിനെ പെറ്റ് പോറ്റാനുള്ളവളായി ചുരുങ്ങിപ്പോകുന്ന പെണ്ണിൻ്റെ പ്രതിരോധവും സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമാണ് കാണുന്നത്. ആശുപത്രിയിലെ ഗൗളി ദമ്പതികളിലെ പെൺഗൗളി ആരതിയുടെ ബാഗിൽ കയറിക്കൂടാൻ ഒരുങ്ങുന്നത് പെണ്ണിൻ്റെ സ്വത്താന്വേഷണമാണ്. അവൾ അവളുടെ ഇടം തന്നെ എന്ത് ചെയ്യാണ്, അന്വേഷിക്കുകയാണ്. ഒരു പെണ്ണിന് എങ്ങനെയെല്ലാം തൻ്റെ ജീവിതത്തെ പുനർനിർണയിക്കാനാവും എന്ന അന്വേഷണത്തിനാണ് പെൺഗൗളി തുനിയുന്നത്. തൻ്റെ കുഞ്ഞിനെ പെറ്റു പോറ്റേണ്ടവളാണ് എന്ന് പറഞ്ഞ് പെൺഗൗളിയെ തടയാൻ ആൺഗൗളി ശ്രമിക്കുമ്പോഴാണ് അവൾ ഈ മറുപടി പറയുന്നത്. വിവാഹവും സന്താന ഉൽപാദനവുമല്ല ഒരു പെണ്ണിൻ്റെ പരമമായ ജീവിത ലക്ഷ്യമാവേണ്ടത്. പകരം പഠിക്കാനും അറിയാനും സ്വാതന്ത്ര്യത്തോടെ ജീവിച്ച് തൻ്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്താനുമാണ് പെണ്ണ് ശ്രമിക്കേണ്ടത് എന്ന സന്ദേശം കഥയിൽ ലീനമായി കിടപ്പുണ്ട്. ആ സന്ദേശം തന്നെയാണ് പെൺഗൗളിയുടെ വാക്കിലും മുഴങ്ങുന്നത്. ഓക്കെ, സെറ്റാണോ? ഒരിക്കൽ കൂടി കേൾക്കുക. ഗൗളി ജന്മം എന്ന കഥയിലെ പെണ്ണിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഈ സന്ദർഭം. ഗ്രേസിയുടെ ഗൗളി ജന്മത്തിൽ കുടുംബം എന്ന സ്ഥാപനത്തിനുള്ളിൽ പുരുഷൻ്റെ കുഞ്ഞിനെ പെറ്റ് പോറ്റാനുള്ളവളായി ചുരുങ്ങിപ്പോകുന്ന പെണ്ണിൻ്റെ പ്രതിരോധവും സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമാണ് കാണുന്നത്. ആശുപത്രിയിലെ ഗൗളി ദമ്പതികളിലെ പെൺഗൗളി ആരതിയുടെ ബാഗിൽ കയറിക്കൂടാൻ ഒരുങ്ങുന്നത് പെണ്ണിൻ്റെ സ്വത്താന്വേഷണമാണ്. ഒരു പെണ്ണിന് എങ്ങനെയെല്ലാം തൻ്റെ ജീവിതത്തെ പുനർനിർണയിക്കാനാവും എന്ന അന്വേഷണത്തിനാണ് പെൺഗൗളി തുനിയുന്നത്. തൻ്റെ കുഞ്ഞിനെ പെറ്റു പോറ്റേണ്ടവളാണ് എന്ന് പറഞ്ഞ് പെൺഗൗളിയെ തടയാൻ ആൺഗൗളി ശ്രമിക്കുമ്പോഴാണ് അവൾ ഈ മറുപടി പറയുന്നത്. വിവാഹവും സന്താനോൽപാദനവുമല്ല ഒരു പെണ്ണിൻ്റെ പരമമായ ജീവിത ലക്ഷ്യമാവേണ്ടത്. പകരം പഠിക്കാനും അറിയാനും സ്വാതന്ത്ര്യത്തോടെ ജീവിച്ച് തൻ്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്താനുമാണ് പെണ്ണ് ശ്രമിക്കേണ്ടത് എന്ന സന്ദേശം കഥയിൽ ലീനമായി കിടപ്പുണ്ട്. ആ സന്ദേശം തന്നെയാണ് പെൺഗൗളിയുടെ വാക്കിലും മുഴങ്ങുന്നത്. 4 മാർക്ക് ഗൗളി ജന്മത്തിൽ 2 തവണ കേൾക്കുക, സെറ്റാക്കിയേക്കുക, മറന്നുപോകില്ല. ഓക്കെ, താങ്ക് യു.